മുജ്ജന്മത്തിലെ ശത്രുക്കൾ ഈ ജന്മം മക്കളായി ജനിക്കും എന്ന് ഒരു പഴമൊഴിയാണ്. ഒരു വിശ്വാസമാണ്. ജന്മത്തിലൊക്കെ വിശ്വസിക്കുന്നവർക്ക് അത് വിശ്വസിക്കാം. കമ്മ്യൂണിസ്റ്റുകാരി ആയതുകൊണ്ട് പ്രതിഭ MLA-ക്ക് അത് വിശ്വാസം ഉണ്ടാവാൻ സാധ്യത കുറവാണ്. അറിയില്ല കേട്ടോ എനിക്ക് അവരുടെ ദൈവവിശ്വാസത്തെക്കുറിച്ച്. പല കമ്മ്യൂണിസ്റ്റുകാരും ഇപ്പോൾ ദൈവനാമത്തിലൊക്കെ അറിയാതെ സത്യപ്രതിജ്ഞ ചെയ്യും. ദൃഢപ്രതിജ്ഞ എന്ന് പതുക്കെ പറയുകയും പുറത്ത് എൻ്റെ ഭഗവാനെ എന്ന് പറയുകയും ഒക്കെ ചെയ്യും. അതിനൊന്നും ഒരു കുഴപ്പമില്ല. ഞാനിപ്പോൾ അതിൽ ദൈവവിശ്വാസത്തെ തർക്കിക്കാനില്ല. പ്രതിഭ MLA-യുടെ മകനെ മയക്കുമരുന്ന് കേസിൽ, കഞ്ചാവ് കേസിൽ പിടിച്ചിരിക്കുന്നു. കഞ്ചാവ് കേസിൽ പിടിക്കുക എന്ന് പറഞ്ഞാൽ അയാളുടെ ഇത് കഞ്ചാവ് ധാരാളമായി പിടിച്ചെടുത്തിരിക്കുന്നു. 5 ഗ്രാമിൽ താഴെയാണെങ്കിൽ കേസില്ല. അപ്പോൾ അതല്ല, കുറേ അധികം പിടിച്ചിട്ടുണ്ട്. പിടിച്ചു കഴിഞ്ഞപ്പോൾ അതുകൊണ്ട് എല്ലാവരും പ്രതിഭയ്ക്ക് എന്തോ കുഴപ്പമുണ്ടെന്ന് ഞാനതും പറയുന്നില്ല. പ്രതിഭയ്ക്ക് എന്താ കുഴപ്പം? സ്വന്തം മകൻ അങ്ങനെ പോയാൽ, എൻ്റെ മകനോ മകളോ പോയാൽ ഞാനിപ്പോൾ ഇതെങ്ങനെ ഉത്തരവാദിയാവും എന്ന് വേണമെങ്കിൽ എനിക്ക് ചോദിക്കാം. അവിടെയാണ് ഇവിടുത്തെ SFI-ക്കാരും DYFI-ക്കാരും ഒന്ന് ചിന്തിക്കേണ്ടത്. അവർ അടി കിട്ടാൻ പോവും, പോലെ തല്ല് കിട്ടാൻ പോവും, അവർ കത്തിക്കുത്തു കൊള്ളും, ഒക്കെ കൊള്ളും. പക്ഷേ പാർട്ടി നേതാക്കളുടെ മക്കളൊക്കെ നല്ല വ്യാപാര വ്യവസായങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ഇപ്പോൾ തരക്കേടില്ലാത്ത വ്യവസായങ്ങളിലൊന്നാണ് മയക്കുമരുന്ന്. അത് നമുക്ക് വ്യാപാര മേഖലയിൽ നല്ല തഴച്ചു വളരാൻ കഴിയും. അതിന് ഭരണത്തിൻ്റെ എന്താ പറയുക, സംരക്ഷണവുമുണ്ട്. ആലപ്പുഴയിൽ കുറച്ച് കാലമായി ആലപ്പുഴ ജില്ലയുടെ പല ഭാഗങ്ങളിൽ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട് നിരവധി വിഷയങ്ങളുണ്ട്. ഒരു ഏരിയ കമ്മിറ്റി മെമ്പറുടെ വണ്ടിയിലാണ് മയക്കുമരുന്ന് പിടിച്ചത്. ഞാൻ പറഞ്ഞു, എൻ്റെ വണ്ടിയിൽ പിടിച്ചാൽ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. അയാളുടെ വണ്ടി വാടകയ്ക്ക് എടുത്ത് കൊണ്ടുപോയി എന്നാണ് പറയുന്നത്. വാടകയ്ക്ക് കൊടുത്തതാണെന്ന് പറയണു, അല്ലാന്ന് പറയണു. എന്തായാലും ആലപ്പുഴ ജില്ലയിൽ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട വലിയ വിവാദങ്ങൾ കുറെ കാലമായി തറച്ചു വളരുകയാണ്. ഇതിപ്പോൾ ഈ മകനെ പെടുത്തിയതാണോ? ഇതിൽ അങ്ങനെ ഒരു കാര്യം ഉണ്ട് കേട്ടോ, ഞാൻ അറിയാതെ പറയാൻ പാടില്ല. മകനെ പെടുത്തും. പ്രതിഭ അവിടെ ഏതാണ്ട് ഒറ്റപ്പെട്ട MLA. അവർക്ക് പാർട്ടിയിൽ വലിയ സപ്പോർട്ടൊന്നുമില്ല. അവർക്ക് ഈ പറഞ്ഞതുപോലെ പാർട്ടിക്കാരുമായിട്ട് വലിയ അടുപ്പമില്ല. പാർട്ടിയിൽ നല്ലൊരു ശതമാനം ആളുകൾ അവർക്കെതിരാണ്. അങ്ങനെയുള്ളൊരു ഘട്ടത്തിൽ അവരെ ഒതുക്കാൻ വേണ്ടി മകനെ പിടിപ്പിച്ചതാണോ എന്ന് എനിക്കറിയില്ല. ആണെങ്കിലും അല്ലെങ്കിലും ഒന്നും പേടിക്കാനില്ല. പ്രതിഭ CPM-ൽ നിൽക്കുന്നിടത്തോളം ഒരു പേടിയും പേടിക്കേണ്ട. കാരണം അവരുടെ മകൻ്റെ കേസൊക്കെ ധൂളായി പോകും. എന്താ കാര്യം? കാരണം അത് അങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ. നോക്കൂ, അവിടെ പിടിച്ച എക്സൈസ് ഇൻസ്പെക്ടർ പോയി അല്ലെങ്കിൽ വിരമിക്കാൻ കുറച്ച് ദിവസമുള്ളൂ. അയാളെ മലപ്പുറത്തേക്ക് പോയി. അവിടെ മലപ്പുറത്ത് എന്തോ വലിയ പ്രശ്നം തോന്നുന്നു, പുള്ളി അങ്ങോട്ട് മാറ്റി. എക്സൈസ് ഇൻസ്പെക്ടർ അല്ലെങ്കിൽ ഇയാളെ മാറ്റാൻ വലിയ വിഷമമൊന്നുമില്ലല്ലോ, ഒരു കടലാസ് മതിയല്ലോ. അപ്പോൾ മന്ത്രി ഒരു കടലാസ് ഒപ്പിട്ടാൽ അതങ്ങ് മാറും. MP രാജേഷ് ഒപ്പിട്ടാൽ. അപ്പോൾ അങ്ങനെ അയാളെ അങ്ങോട്ട് മാറ്റി. എന്താ കാര്യം? പ്രതിഭ MLA-യുടെ മകനാണെന്ന് അറിഞ്ഞില്ലേ പാവം, അതാണ് പ്രശ്നം. അറിഞ്ഞിരുന്നെങ്കിൽ അയാളത് ചെയ്യില്ല. അയാൾക്കറിയാം ഈ രാജ്യത്തെ വിലയൊക്കെ. അയാൾ ആലപ്പുഴ ജില്ലയിൽ കുറേ കാലമായിട്ടുണ്ട്. ആലപ്പുഴ ജില്ലയിൽ ബാക്കിയുള്ളവർ ഏതെങ്കിലും മറ്റേ മയക്കുമരുന്ന് എടുത്താണെങ്കിൽ പിടിക്കാനുള്ള ചുമതലയുള്ളൂ. CPM-കാരുടെ ബന്ധുക്കളോ ഒന്ന് പിടിച്ചാൽ അയാൾക്ക് ചുമതലയില്ല. അത് അദ്ദേഹത്തിൻ്റെ വർക്ക് റൂളിലില്ല. അത് അദ്ദേഹം മനസ്സിലാക്കേണ്ട കാര്യമാണ്. അദ്ദേഹം അത് മനസ്സിലാക്കിയില്ല. അതുകൊണ്ട് എന്ത് പറ്റി? അദ്ദേഹത്തിന് പെട്ടു, അദ്ദേഹം പോയി. ഇനിയിപ്പോൾ എന്ത് സംഭവിക്കും? ഇവിടെയാണ് തക്കം പാത്തേക്കണ BJP-ക്കാരുടെ ഒരു തമാശ. BJP പ്രതിഭയെ വിളിക്കുന്നു. അവരെന്താ ഈ കള്ളക്കടത്ത്, ഇതിൻ്റെ മയക്കുമരുന്ന് കള്ളക്കടത്തിൻ്റെ ഏജന്റുമാരാണ് BJP. അതോ മയക്കുമരുന്ന് കള്ളക്കടത്ത് നടത്തി BJP-യിലേക്ക് പോയാൽ അവർ രക്ഷിക്കാൻ പോകും? എന്താ അതിൻ്റെ അർത്ഥം? എനിക്ക് മനസ്സിലായില്ലേ ഗോപാലകൃഷ്ണ? എന്താ ഇങ്ങനെയൊക്കെ പറയണേ? മയക്കുമരുന്ന് കള്ളക്കടത്ത് നടത്തിയ കേസിലെ പ്രത്യേകിച്ച് ഇങ്ങോട്ട് പോരെ, ഞങ്ങളുടെ BJP-യിലേക്ക് പോരെ. അവിടെ ആലപ്പുഴയിൽ കഴിഞ്ഞ ദിവസം പോയ ഒരു പാർട്ടി ജില്ലാ പഞ്ചായത്ത് കമ്മിറ്റി അംഗം ബിബിൻ, അദ്ദേഹം പറഞ്ഞു, പ്രതിഭ ഇങ്ങോട്ട് പോരെ. എന്തിനാത്? മയക്കുമരുന്ന് പിടിക്കുന്നവരൊക്കെ അങ്ങോട്ട് വിടുകയാണ്. ഇത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഉള്ള എക്സൈസ്, സ്റ്റേറ്റ് ഗവൺമെൻറ്റില്ല. പ്രതിഭ പോകുന്നില്ല. കാരണം പ്രതിഭയ്ക്കറിയാൻ പോയാൽ കട്ട പുകയാവും. എക്സൈസ് ഇരിക്കുന്ന MP രാജേഷിൻ്റെ കയ്യിലാണ്. ചിലപ്പോൾ വിവരം അറിയും. അവിടെ പ്രതിഭയ്ക്ക് ഇനി അനങ്ങാൻ പറ്റില്ല, ഒരു അക്ഷരം ഉണ്ടാൻ പറ്റില്ല. കഴുത്തിൽ അയാളുടെ കക്ഷത്തിൽ തല വെച്ച മാതിരിയപ്പം ഇരിക്കണേ. അപ്പം ഇനിയിപ്പോൾ എന്ത് സംഭവിക്കും? ഇത് വെച്ച് പ്രതിഭയ്ക്ക് വരട്ടെടുത്തു. പ്രതിഭയുടെ മകൻ ചിറ്റിക്കാനൊന്നും പോണില്ല, അയാളെ ചിറ്റിക്കാനൊന്നും പോണില്ല. കാരണം വെച്ചാൽ നമ്മുടെ നാട്ടിലെങ്ങനെയാണെന്ന് വെച്ചാൽ പാർട്ടിക്കാരാണെങ്കിൽ ഒരു 10 കിലോ കഞ്ചാവ് പിടിക്കുമ്പോൾ 10 ആണെങ്കിൽ അത് കുറച്ച് കഴിയുമ്പോൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ 5 ആവും. അത് കഴിഞ്ഞ് കോടതി ചെല്ലുമ്പോൾ അത് 1/2 കിലോ ആവും. അത് കഴിഞ്ഞ് തൊണ്ടി പരിശോധിക്കുമ്പോൾ അത് 5 ഗ്രാം 10 ഗ്രാം ഒക്കെ ആവും. അങ്ങനെ മായാവിദ്യകളുണ്ട് ഇവിടെ. അതുകൊണ്ട് പാർട്ടി പറഞ്ഞത് കേട്ടു നിന്നാൽ പ്രതിഭയ്ക്ക് കൊള്ളാം, അല്ലെങ്കിൽ മകൻ ജയിലിൽ കിടക്കും. ഇതാണ് മെസ്സേജ്. അതുകൊണ്ട് മകൻ കഞ്ചാവ് എടുത്തി എന്നുള്ളതല്ല. കഞ്ചാവ് എടുക്കുന്നവരെ പിടിക്കുകയാണെങ്കിൽ പാർട്ടിയിൽ പിന്നെ അറിയലുണ്ടോ? ബാക്കി ഒരുപാട് പേര് നടത്തുന്നുണ്ട് ഈ നാട്ടിൽ നടത്തുന്നപ്പോൾ നമ്മളറിയാലോ. ഇവിടുത്തെ കഞ്ചാവ് കേസ് അല്ലെങ്കിൽ MDMA കേസൊക്കെ 2 ഗ്രാം പിടിച്ചു, 5 ഗ്രാം പിടിച്ചു.
ഈ 5 ഗ്രാം 2 ഗ്രാമായിട്ട് ഇവിടെ ആരും MDMA ഉണ്ടാക്കുന്നില്ലല്ലോ. കേരളത്തിൽ MDMAയുടെ ഉൽപ്പാദനം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഇല്ല. കഞ്ചാവ് ഒരുപക്ഷെ ഇടുക്കിന്നൊക്കെ വരുന്നുണ്ടാവും, പക്ഷേ ഇവിടെ ഇല്ലല്ലോ. അപ്പോൾ MDMA എവിടെ നിന്നോ വരുന്നതാണ്. ആരെങ്കിലും ഇത് വിദേശത്ത് നിന്ന് 2 ഗ്രാമായിട്ട് കൊണ്ടുവരില്ലല്ലോ, 5 ഗ്രാമായിട്ട് കൊണ്ടുവരില്ലല്ലോ. ഇത് കൊണ്ടുവന്നത് കിലോ കണക്കിനാണല്ലോ. കൊണ്ടുവന്നത് വിതരണം ചെയ്ത 2, 3, 4 ഘട്ടങ്ങൾ ഉണ്ടാവുമല്ലോ. ഒരാളെ പിടിച്ചിട്ടുണ്ടോ? ഇത് കച്ചവടം നടത്തുന്ന ഈ പാവപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ അവനെ പിടിക്കും, അല്ലെങ്കിൽ വേറെ ഒരുത്തിനെ പിടിപ്പിക്കാൻ വേണ്ടി അവരുടെ വീട്ടിൽ കൊണ്ടുപോയി പോയി കഞ്ചാവ് വയ്ക്കും. ഇത്തരം തരികിടയല്ലാതെ ഇതിൽ ഒരു ഏജന്റിനെയും പിടിച്ചിട്ടില്ല, ഒരു ഹോൾസെയിൽ പിടിച്ചിട്ടില്ല, ഒരു റീറ്റെയിൽ കച്ചവടക്കാരനെയും പിടിച്ചിട്ടില്ല. കാരണം അവർക്കൊക്കെ ഈ രാജ്യത്ത് അതിശക്തമായ രാഷ്ട്രീയ ബന്ധമുണ്ട്. ഭരിക്കുന്നവരുടെ കൂടെയാണവർ, ഭരിക്കുന്നവർക്ക് വേണ്ട വിഹിതം കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് കാര്യങ്ങൾ വളരെ കുശാലാണ്. യുവപ്രതിഭയ്ക്ക് ഇനി അനങ്ങാൻ പറ്റാത്ത പരുവത്തിൽ തല സർക്കാരിൻ്റെ അല്ലെങ്കിൽ പാർട്ടിയുടെ കഴുത്തിലാണ് എന്ന് മാത്രമേ ഉള്ളൂ.